ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് അതിനുശേഷം കപ്പപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതാണ്. കിഴങ്ങ് പൊടി വെള്ളം ഒഴിച്ച് കുഴച്ചപ്പോൾ തിക്കാവുകയും ചെയ്തത്. അതിൻ്റെ ടെക്സ്ചർ ചപ്പാത്തിയുടെ പൊടി പോലെയല്ല, അത് തിക്കൻ ചെയ്യുകയും ചെയ്തത്. കപ്പപ്പൊടി കുഴച്ച് ബോൾസ് പോലെ ആക്കിയിട്ടുണ്ട്, കുഞ്ഞ് ബോൾസ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി തമ്മിൽ ഒട്ടാതിരിക്കാൻ കുറച്ച് അരിപ്പൊടി തൂവി കൊടുക്കും. ചെറിയ ബോൾസ് ആക്കിയിട്ട് അരിപ്പൊടി തൂവി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് കലക്കും. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും. ചെറിയ ഉള്ളി അരിഞ്ഞിടുകയും ചെയ്യും, ജീരകം ഇടും. മല്ലിപ്പൊടി, മുളക് പൊടി ഒരു തരി, ഉപ്പ് പാകത്തിന്, ഗരം മസാലയും ഇത് ഇതിൽ അരിച്ച് ചേർക്കും. ഇത് മല്ലിപ്പൊടിയും ഗരം മസാല ഉപ്പ് കൂടെ അരിച്ച വെള്ളമാണത്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, നല്ല ജീരകം ചേർത്തിട്ടുണ്ട്, ചുവന്ന ഉള്ളി ചേർത്തിട്ടുണ്ട്, കപ്പ, അരിപ്പൊടി, പിന്നെ പച്ചമുളക്, ഉപ്പും മല്ലിപ്പൊടിയിൽ കുറച്ച് മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇനി നാളെ ഇതിൽ ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് അതുകൂടെ അതൊന്ന് ചെറുതായി വേവിച്ചിട്ട് ഒരു മുളകും മല്ലിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് അതും ഇതിലിടും. പിടി ഉണ്ടാക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. തിളച്ച് തുടങ്ങിയിട്ട് അപ്പോൾ തീ ഓഫ് ചെയ്ത് ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് കുഴച്ച് വയ്ക്കണം ഒരല്പ നേരം. ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച ചെമ്മീൻ ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് തേങ്ങാപ്പാലിൽ വേവിക്കും. ഇത്തിരി ജീരകം ഇടും. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം വേവിക്കേണ്ട അതിലിട്ടിട്ട്, കാരണം മറ്റേ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വേവിക്കാനുള്ളതാണ്. ഇതൊന്ന് തിളച്ച് 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ചെമ്മീൻ ഇത്തിരി വേവ് കുറവാണ് മറ്റുള്ള മീനിനേക്കാളും. എല്ലാം കൂടെ കലർത്തുമ്പോൾ ഒരു വല്ലാത്ത മണമാണ് വരുന്നത്. വളരെ സ്വീറ്റ്. പ്രിപ്പയറാണ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വലിയ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. കയ്യിലിൻ്റെ കണ കൊണ്ടാണ് ഇളക്കുക, അതായത് കയ്യിലിൻ്റെ പിടി കൊണ്ടാണ് നമ്മൾ ഇളക്കേണ്ടത്, അല്ലെങ്കിൽ ഒക്കെ ഉടഞ്ഞു. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഈ പരുവാണ്. ഇത് സാധാരണ പറങ്കിമാവിൻ്റെ ഇല കുമ്പിൾ ഊത്തിയിട്ടുള്ളതുകൊണ്ട് കുമ്പിൾ ഊത്തിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ പറങ്കിമാവിൻ്റെ ഇലയുടെ ആ സ്വാദും കൂടെ കിട്ടും. ഇപ്പോൾ ഈ നാട്ടിൽ പറങ്കിമാവിൻ്റെ ഇല അന്വേഷിച്ച് പോയാൽ തന്നെ കിട്ടില്ല. ചൂടോടെ കഴിക്കുക. ഈ തണുത്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്.